ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിൽ നിർണായകമായ നീക്കം. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ചർച്ചകൾ ആരംഭിക്കാൻ ധാരണയായി. G20 നേതാക്കളുടെ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അവിടെയാണ് ഈ തീരുമാനമെടുത്തത്. വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാനഡയിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ വിദേശ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിൽ മടങ്ങിയെത്തി എന്നുള്ള വാർത്തയും നമ്മൾ അറിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ മടങ്ങിയെത്തിയിരിക്കുന്നത്. 3 ദിവസം നീണ്ടുനിന്ന ഈ ഉച്ചകോടിക്കിടെ ഒട്ടേറെ നിർണായകമായ കൂടിക്കാഴ്ചകളും ഉഭയകക്ഷി ചർച്ചകളും നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു ഉഭയകക്ഷി ചർച്ചയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ ഉണ്ടായത്. ആ ഒരു കൂടിക്കാഴ്ചയിലാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മെച്ചപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൻ്റെ ചർച്ചകളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 2010 ഈ ഒരു കരാറിൻ്റെ ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ പിന്നീട് 2023 ഹർദീപ് നിജ്ജറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുകയായിരുന്നു. ഇതിനെ തുടർന്ന് പല തരത്തിലുള്ള നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാവുകയും ഈ ചർച്ചകൾ കാനഡ നിർത്തിവെക്കുകയുമായിരുന്നു. ആ ചർച്ചകളാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. പ്രധാനമായും ഫാർമസ്യൂട്ടിക്കൽ, കൂടാതെ ധാതുക്കൾ, ടൂറിസം, നഗര അടിസ്ഥാന സൗകര്യം, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരണത്തിനാണ് ഈ ഒരു ചർച്ചകളുമായി മുന്നോട്ട് പോവുക. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.